Welcome to Daily Digital Vlog. Digital Marketing Series. This would be the first video, and in this video, we will talk about digital marketing, digital marketing, and the need for digital marketing. So, basically, digital marketing? A product or service, digital channels in the help promote digital marketing. Now, we will talk about digital marketing, the need for digital marketing. The first one would be broader reach. That is, our business in a global audience, a local segment, we exposure. That's why we digital marketing using cost effectiveness. Compared to the traditional or the conventional marketing, very expensive traditional marketing. For example, newspaper, TV, billboards. This is traditional marketing in under very expensive. Compared to that, our digital marketing expenses are Third one would be precise targeting. Here we have traditional marketing into an example. Traditional marketing is a mass audience traditional marketing. For example, we newspaper ഒരു രീതിയിലുള്ള ടാർഗറ്റിംഗ് ഇല്ല നമ്മുടെ കസ്റ്റമേഴ്സിനെ മാസ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുകയാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ സെഗ്മെന്റ്സ്, നമ്മുടെ ടാർഗറ്റ് സെഗ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് വളരെ സ്പെസിഫിക് ആയിരിക്കും. ഫോർത്ത് വൺ വുഡ് ബി മെഷറബിൾ റിസൾട്ട്സ്. അതായത് നമ്മൾ ഡിജിറ്റൽ സ്ട്രാറ്റജി യൂസ് ചെയ്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡേറ്റ അനലിറ്റിക്സ് നമുക്ക് റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും കറക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നമുക്ക് വരുത്തണമെങ്കിൽ നമുക്കത് വരുത്താനും പെർഫോമൻസ് കൂട്ടാനും സാധിക്കും. ഫിഫ്ത് വൺ വുഡ് ബി ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മുടെ ഡിജിറ്റൽ സ്ട്രാറ്റജി യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ റിയൽ ടൈം ഡേറ്റ നമ്മുടെ കയ്യിൽ ഉള്ളതോടുകൂടി നമ്മുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജീസിനെ കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് ഒരു ബെസ്റ്റ് ROI കിട്ടുന്ന പോലെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിയറിന്റെ ആവശ്യമാണ്. ദ നീഡ് ഫോർ എ ഡിജിറ്റൽ മാർക്കറ്റിയർ. ദ ഫസ്റ്റ് വൺ വുഡ് ബി ഷിഫ്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ. അതായത് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ പർച്ചേസിംഗ് ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓഫ്ലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ പർച്ചേസിന്. അപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഓൺലൈൻ പ്രസൻസ്, ബ്രാൻഡ്സിന്റെ ഓൺലൈൻ പ്രസൻസ് നല്ല രീതിയിൽ കൂട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിയറിന്റെ ആവശ്യകത അവിടെ വരികയാണ്. സെക്കൻഡ് വൺ വുഡ് ബി റാപ്പിഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ്. അതായത് നമുക്കിപ്പം ഡേ ടു ഡേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് AI അപ്ഡേഷൻസ്, ഓട്ടോമേഷൻസ്, ഇതെല്ലാം ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്തിനനുസരിച്ച് അവർ മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെയും ഡിജിറ്റൽ മാർക്കറ്റിയറിന്റെ ഒരു ആവശ്യകത വരുന്നുണ്ട്. തേർഡ് വൺ വുഡ് ബി വെർസറ്റൈൽ കരിയർ പാത്ത്. അതായത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് എ വെർസറ്റൈൽ കരിയേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. അതായത് SEO ആയാലും നമ്മുടെ ഇമെയിൽ മാർക്കറ്റിംഗ്, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ്, നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, കോണ്ടന്റ് മാർക്കറ്റിംഗ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പം അവരുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിയറിന്റെ ഇൻട്രസ്റ്റ് എന്തിലാണോ അതിൽ നിന്ന് അവർക്ക് കരിയർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഈ പറഞ്ഞ കാര്യം സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 3 കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്തിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ദ നീഡ് ഫോർ എ ഡിജിറ്റൽ മാർക്കറ്റിയർ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ച്, ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.